ഹലോ ഗായ്സ്, ഒരു മുട്ടം പണി കിട്ടിയിട്ട് നിൽക്കുവാണ് കേട്ടോ. എന്താന്നല്ലേ, നിങ്ങൾ കണ്ടില്ലായിരുന്നോ വാഴക്കൊലയും വാഴപ്പിണ്ടിയും അവിടെ ഉണ്ടായിരുന്നോ? സകലമായ കാടും പള്ളയും എല്ലാം വെട്ടിയെടുത്തോണ്ട് ഞാൻ വണ്ടിയിൽ വെച്ചിട്ട് പോരുന്നത്. ഇവിടെ വന്നപ്പോൾ ഉണ്ടല്ലോ, ഞങ്ങളുടെ ബാറ്ററി ഇല്ലേ കാറിൻ്റെ ഡൗൺ സിമ്പിൾ അത് കോട്ടയത്തൂനെ കാണിച്ച്. ഇവിടെ വന്നപ്പം സോഫ്റ്റ്വെയർ എല്ലാം എററായി. ഇതോ നമ്മൾ എറണാകുളം ഇവിടെ വന്ന് ബൈപ്പാസിൽ വന്നിട്ട് വണ്ടി ഓഫായി ഇവിടെ കിടക്കുവാണ്. ഇപ്പം നമ്മൾ ട്രെയിൻ സർവീസിന് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അവർ വന്ന് ടോ ചെയ്ത് എടുത്തിട്ട് പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. ഹെവി പണിയായിപ്പോയി ഗൈസ്. ഇപ്പം നമ്മൾ ആ വണ്ടി വന്ന് നമ്മുടെ വണ്ടി എടുത്തിട്ട് പോകുമ്പോൾ ഈ രണ്ട് വലിയ കൊലയും ബാക്കിയുള്ള സാധനങ്ങളും ഒക്കെ ഞാൻ എങ്ങനെ എടുത്തിട്ട് പോകും ദൈവം തമ്പുരാന് മാത്രം അറിയാം. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഇങ്ങനെ പറ്റിയിട്ടുണ്ടോ? അടിപൊളി മുട്ടൻ പണി. ഇനി ഒരു അരമണിക്കൂർ ഇവിടെ വെയിറ്റ് ചെയ്യണം അവർ വരുന്നിടം വരെ. വൈറ്റിലേന്ന് അവർ പോന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ എന്താ ഇനി ഇതുകൊണ്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നറിയോ? ഈ അരമണിക്കൂർ അപ്പുറം ഏതെങ്കിലും തട്ടുകടയിൽ പോയി ഒരു കാപ്പിയും കുടിച്ച് ഇവിടെ വഴി സൈഡിൽ ഗൈസ്. അങ്ങനെ നമ്മുടെ കുറച്ച് നേരത്തെ കാത്തിരിപ്പിന് ശേഷം ഉണ്ടല്ലോ, നമ്മുടെ വണ്ടി കൊണ്ടുപോകാനുള്ള വണ്ടി എത്തിയിരിക്കുന്നു. കണ്ടില്ലേ? പക്ഷേ എന്നെ ഞെട്ടിച്ച് കളഞ്ഞ ഇതൊന്നുമല്ല. ആ വണ്ടിയിൽ നിന്ന് ആ ചേട്ടൻ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, ഒരു മെലിഞ്ഞുണങ്ങിയ ഒരു ചേട്ടൻ. അപ്പം ഞാൻ ശരിക്കും ചിന്തിച്ചു പോയി, നമ്മുടെ വണ്ടി എങ്ങനെയാണ് ആ ചേട്ടൻ ഉരുട്ടി അതിൻ്റെ അകത്തോട്ട് കയറ്റാൻ പോകുന്നതെന്ന്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു ഗൈസ്. കണ്ടില്ലേ? ആ ചേട്ടൻ കിടന്ന് കഷ്ടപ്പെടുക. ഇത്രയും ചെറിയ ചേട്ടൻ ഒരു സഹായി പോലും കൂടെ ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്നാലും പുള്ളി നന്നായിട്ട് എഫേർട്ട് ഇട്ട്. എന്നിട്ട് എനിക്ക് സങ്കടം തോന്നിയിട്ട് ഞാൻ വിചാരിച്ചെന്നാൽ ഞാനിവിടെ സഹായിച്ചേക്കാമെന്ന് വിചാരിച്ചിട്ട് ആ വഴിയിൽ നിന്ന് ഞാൻ അങ്ങോട്ട് തള്ളി. പിന്നെ ഇതിൽ നാണക്കേടൊന്നും നോക്കേണ്ട ഒരേ ആവശ്യമില്ല. നമ്മുടെ വണ്ടി അത് സേഫായിട്ട് കൊണ്ടുപോകണേ നമ്മൾ തന്നെ വിചാരിക്കണമല്ലോ. അങ്ങനെ ഞാൻ ബാക്കിൽ നിന്ന് തള്ളിക്കൊടുത്ത് ഹെൽപ്പൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഫ്രണ്ടിൽ ചെന്ന് നോക്കുമ്പോൾ ചേട്ടൻ അവിടെ നിന്ന് ബാക്കിലേക്ക് തള്ളുന്നു. എനിക്ക് തോന്നുന്നു പൊസിഷൻ ശരിയാവാത്തത് കൊണ്ടിട്ടാണെന്ന് തോന്നുന്നു. വണ്ടി വല്ലാതെ കിടന്നതെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് പുള്ളി അത് ഇത്തിരി കൂടെ ബാക്കിലേക്കാക്കി. പിന്നെ പുള്ളി എന്താ ചെയ്തതെന്ന് വെച്ചാൽ പുള്ളിയുടെ വണ്ടിയിലെ അത് റിവേഴ്സ് എടുത്ത് ഇതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ബാക്കിലേക്ക് 2-3 വട്ടം എടുത്തിട്ടാണ് കേട്ടോ നമ്മുടെ വണ്ടി അതുമായിട്ട് കറക്റ്റ് ആ ഒരു ലെവലിലെത്തിയത്. പിന്നെയുള്ള ടാസ്ക് എന്തായിരുന്നു അറിയോ? വണ്ടിയിലിരുന്ന സാധനങ്ങൾ മൊത്തം എടുത്ത് വഴിയിലോട്ട് വെക്കുന്നതായിരുന്നു. കൊലയും മറ്റേ ഇന്ന് പതിവില്ലാതെ ഞാൻ എന്ത് ചെയ്യുന്നറിയോ, നോർമലി ഒരു കൊലയൊക്കെയാണ് എടുക്കുന്നത്. ഇന്ന് 2 എടുക്കുകയും ചെയ്ത് അത് പോരാഞ്ഞിട്ട് അമ്മയുടെ അടുക്കലിരുന്ന ഉരുളിയൊക്കെ എടുത്ത് കാറിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഒരു വഴിക്ക് പോയതല്ലേ എന്നോർത്ത് എടുത്തതാണ്. പക്ഷേ ഇന്ന് അതെല്ലാം എനിക്ക് വിനയായിട്ട് വന്നു. പിന്നെ അതൊക്കെ കഷ്ടപ്പെട്ട് ഞങ്ങളെല്ലാ സാധനങ്ങളും എടുത്ത് വെളിയിൽ വെച്ച് അതെല്ലാം അടുക്കി സെറ്റാക്കി വെച്ച്. ഈ സമയമുണ്ടല്ലോ നമ്മുടെ ചേട്ടൻ നമ്മുടെ 2 വണ്ടിയുടെയും ആ ടയർ അലൈൻമെൻറ്റ് ശരിയാക്കാൻ വേണ്ടിയിട്ട് കുറേ ട്രൈ ചെയ്തു. കാരണം നമ്മൾ ഇത് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടല്ലോ, അല്ലെ മറ്റു വണ്ടികൾക്ക് അത് ബുദ്ധിമുട്ടാവാതിരിക്കാൻ വേണ്ടി ഭാഗ്യത്തിന് എന്തായാലും അത് സൈഡിൽ നമുക്കൊരു സ്പേസ് കിട്ടിയപ്പോഴാണ് കറക്റ്റ് വണ്ടി ഓഫായി പോയത്. അപ്പോൾ അവിടുന്ന് അത് ഫ്രണ്ടിലേക്ക് തള്ളി അത് കഴിഞ്ഞിട്ട് ആ റോഡിലോട്ട് ഇട്ടിട്ട് പിന്നെ ഈ 2 വണ്ടിയുടെയും അലൈൻമെൻറ്റ് കറക്റ്റായാലും മാത്രമല്ലേ ഉള്ളൂ ഇത് അതിൻ്റെ അകത്തോട്ട് അറ്റാച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അതിനുവേണ്ടി കുറച്ച് ഇത് ടൈം എടുത്തത് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം പുള്ളി ഇത് അലൈൻമെൻറ്റ് കറക്റ്റായിട്ട് വന്നത് പിന്നെ ഉണ്ടല്ലോ, പിന്നെ ഭയങ്കര ഫാസ്റ്റായിട്ടാണ് പുള്ളി ബാക്കിയെല്ലാം അതിനോട് അറ്റാച്ച് ചെയ്തത്. പിന്നെ ചേട്ടൻ ടൂൾസൊക്കെ എടുത്തിട്ട് വന്നിട്ട് നമ്മുടെ ആ ഫ്രണ്ടിലത്തെ 2 വീലും അത് കറക്റ്റായിട്ട് ലോക്ക് ചെയ്ത് റെഡിയാക്കി വെച്ചു. എന്നിട്ട് അതാണല്ലോ പൊക്കിയെടുക്കുന്നത്. ഗൈസ് പുള്ളി ഉണ്ടല്ലോ, രാജേഷിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡ്രൈവർ സീറ്റിൽ കയറി ഇരിക്കണം എന്ന് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് നമ്മളാണല്ലോ തള്ളിയത്. അത് കഴിഞ്ഞിട്ടുണ്ടല്ലോ പുള്ളി ആ കാര്യം മറന്നുപോയി. പിന്നെ എന്താ സംഭവിച്ചതെന്നല്ലേ കാണിച്ചു തരാം കേട്ടോ. ലിഫ്റ്റ് ചെയ്ത വണ്ടി ഉണ്ടല്ലോ വീണ്ടും ഗ്രൗണ്ട് ലെവലിലാക്കിയതിന് ശേഷമാണ് കേട്ടോ പുള്ളീനെ അതേം താഴെ ഇറക്കിയത്. പുള്ളി വിചാരിച്ചത് പുള്ളി മറ്റേ ആ ഡ്രൈവർ ചേട്ടനുണ്ടല്ലോ മറ്റേ ടെസ്റ്റ് ചെയ്യുന്നതാണെന്നാണ് വിചാരിച്ചത്. അതുകൊണ്ടിട്ടാണ് ആൾ അനങ്ങാതെ അവിടെ ഇരുന്നത്. അങ്ങനെ ചേട്ടൻ പണിയെല്ലാം കഴിഞ്ഞിട്ട് അതിൻ്റെ പേയ്മെൻറ്റും എല്ലാം സെറ്റ് ചെയ്ത് ദേ ഗൈസ് ഞങ്ങളുടെ വണ്ടി പോവുകയാണ്. കണ്ടില്ലേ? വലിച്ചുകൊണ്ട് പോകുന്നു. ഒരു കുഴപ്പമില്ലാഞ്ഞ വണ്ടിയാണ്. എന്തോ ഒരു ടെക്നിക്കൽ എറർ കാരണം പറ്റിപ്പോയതാണ്. പക്ഷേ ഉണ്ടല്ലോ അവർ നമ്മുടെ അടുക്കൽ ടാറ്റ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇടയ്ക്കിടയ്ക്ക് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ്. ഇതിപ്പോൾ സോഫ്റ്റ്വെയർ പ്രശ്നമാണോ അതോ ബാറ്ററിയുടെ പ്രോബ്ലം ആണോ അങ്ങനെയൊന്നും വരാൻ യാതൊരു ചാൻസും ഇല്ലാത്ത വണ്ടിയാണ്. പക്ഷേ എന്തായാലും വന്നുപോയി. ആണ്ട് ഞങ്ങളുടെ വണ്ടി ഇതേ പോയി. ഞാനും കുറേ പച്ചക്കറിയും ആണ്ട് വാഴക്കൊലയൊക്കെ അവിടെ കിടപ്പുണ്ട് അതേപോലെ ഇതോ റോഡ് സൈഡിൽ. ഇത് തന്നെയാണ് ഏറ്റവും വലിയൊരവസ്ഥ. കുറച്ച് സാധനമൊക്കെ ഉള്ളെങ്കിലുണ്ടല്ലോ ഒരു രസം ഉണ്ടായിരുന്നു. കണ്ടില്ലേ? അവിടുന്ന് ഞങ്ങളൊരു ഊബർ ടാക്സി ബുക്ക് ചെയ്ത് കഴിഞ്ഞ് പുള്ളീനെ കോൾ ചെയ്തപ്പോഴാണ് മനസ്സിലായത് അത് ഗ്യാസിൽ ഓടുന്നതാണെന്ന്. അതുകൊണ്ടിട്ട് അപ്പം തന്നെ അത് ക്യാൻസൽ ചെയ്തു. എന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്യണം ഇങ്ങനെ വിഷമിച്ച് നിന്ന സമയത്താണ് ദൈവദൂതനെ കൂട്ട് ഒരു ഓട്ടോക്കാരൻ വന്ന് അവിടെ നിന്നത്. പുള്ളിയോട് പറഞ്ഞു ഞങ്ങൾക്ക് ഇന്ന സ്ഥലത്ത് പോകാനാണ്, ഓക്കെ ആണോ എന്ന് ചോദിച്ചപ്പോൾ തന്നെ പുള്ളി ഓക്കെ എന്ന് പറഞ്ഞു. പിന്നെ പുള്ളി തന്നെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി വന്ന് ഞങ്ങളെ സഹായിക്കാൻ തുടങ്ങി. കാരണം ഇത്രയും സാധനങ്ങളുണ്ടെന്ന് പുള്ളിക്കും അറിയാമായിരുന്നല്ലോ. അങ്ങനെ ആ സാധനങ്ങൾ ഞങ്ങളെല്ലാവരും കൂടെ വണ്ടിക്കകത്ത് പെറുക്കി വെച്ച് അവിടെ നിന്ന് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോരുകയാണ് ചെയ്തത്. വീട്ടിൽ വന്നു കഴിഞ്ഞപ്പം പിന്നെ അതെല്ലാം കൂടെ ഒരു വിധത്തിൽ ഞങ്ങൾ മേളിലോട്ട് കയറ്റി. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതേപോലത്തെ അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. തീർച്ചയായിട്ടും ഇത്രയും പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ടെങ്കിലും ഞങ്ങൾക്കത് ആക്ച്വലി നൈസായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റി. എല്ലാവരും ഹാപ്പി ആയിരുന്നു.
തിരിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേനും വണ്ടി അവിടെ നിന്ന് പോയെങ്കിലും വണ്ടി കൊണ്ടുപോയെങ്കിലും ഒക്കെ ഞങ്ങൾ മൊത്തത്തിൽ ഹാപ്പി ആയിരുന്നു. കാരണം ഇവിടം വരെ എത്തിയല്ലോ, കോട്ടയത്തുനിന്ന് ഇവിടം വരെ എത്തിയത് തന്നെ വലിയ കാര്യം എന്ന് ഓർത്താണ് ഞങ്ങളെല്ലായിരുന്നത്. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബായ്.